നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. മിഡിൽ ഈസ്റ്റ് മേഖലയെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് ഇറാൻ ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തുർക്കിയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് ആരാക്ചിയും തുർക്കിയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഹക്കാൻ ഫിദാനയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇറാന്റെ തന്നെ ഔദ്യോഗിക വാർത്താ ഏജൻസി ആയിട്ടുള്ള IRNA പറയുന്നതനുസരിച്ച് ഇരു രാജ്യങ്ങളും, അതായത് തുർക്കിയും ഇറാനും, തങ്ങളുടെ സഹകരണം അത് ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുർക്കിയും ഇറാനും, അതായത് ആ ഒരു മേഖലയിലെ തന്നെ രണ്ട് വൻ ശക്തികളാണ്. എന്നാൽ ഇറാനും തുർക്കിയും പല കാര്യങ്ങളിലും ഇപ്പോഴും ഭിന്നത നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളുമാണ്. ഉദാഹരണമായി പറയുകയാണ് എന്നുണ്ടെങ്കിൽ സിറിയൻ വിഷയത്തിൽ, അതുപോലെ തന്നെ ഇറാഖിലെ കുർദ് വിഷയത്തിൽ, ഇവയിലെല്ലാം തന്നെ ഇരു രാജ്യങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മിഡിൽ ഈസ്റ്റിലെ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്പെഷ്യലി ഇസ്രായേലിന്റെ ഖത്തറിലേക്കുള്ള ആ ഒരു ആക്രമണം, അതിനുശേഷം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ കൂടെ കൂട്ടാനായിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇറാനുമായി സഹകരണം വർദ്ധിപ്പിക്കാനായി ശ്രമിക്കുന്ന മറ്റൊരു രാജ്യമാണ് സൗദി അറേബ്യ. ഓർക്കണം, കഴിഞ്ഞ വർഷം വരെ ഇസ്രയേൽ സൗദി അറേബ്യയുമായി ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു. അതിന് മധ്യസ്ഥത നിന്നത് അമേരിക്കയുമാണ്. അതായത് ഇസ്രയേലും സൗദിയുമായി സഹകരണം ഉണ്ടാകുക എന്നുള്ളത് അത് അമേരിക്കയുടെ കൂടെ ആവശ്യമായിരുന്നു. എന്നാൽ ഗസയിലെ ഇസ്രയേലിന്റെ ചെയ്തികൾ അവ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരിക്കലും സൗദി അറേബ്യയ്ക്ക് കഴിയില്ല. അതിനാൽ തന്നെ സൗദി അത്തരം നീക്കങ്ങളോട്, അതായത് ഇസ്രയേലുമായി സഹകരണം എന്ന ആ ഒരു നീക്കത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ഉപവിദേശകാര്യ മന്ത്രിയും കഴിഞ്ഞ ആഴ്ചയാണ് ബഹ്റൈനിൽ വെച്ച് കണ്ടുമുട്ടിയതും അവർ തമ്മിൽ ചർച്ചകൾ നടത്തിയതും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സംയുക്ത ഒരു നയതന്ത്ര കമ്മിറ്റി അവ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഇറാൻ പ്രസിഡന്റായിട്ടുള്ള മെഹ്മൂദ് പെഷസ്കിയൻ അദ്ദേഹം സൗദി രാജാവായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനുമായി ഫോൺ സംഭാഷണം നടത്തിയത്. അതുകൊണ്ടെല്ലാം തന്നെ സൗദി ഇറാൻ ബന്ധം അത് മെച്ചപ്പെട്ടു വരികയാണ് എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇനി എല്ലാവരും ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരേ ഒരു കാര്യം, അത് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ സൗദി തുർക്കി അച്ചുതണ്ട് രൂപപ്പെടുമോ എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇറാനും സൗദിക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ട്, ഇല്ല എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ ഒരു ഭിന്നതകൾ മറന്നുകൊണ്ട് തന്നെ പരസ്പരം സഹകരണത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനിടെ ഗസയിൽ സീസ് ഫയർ നിലനിൽക്കുന്ന സമയത്ത് ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണം, അതിനെതിരെ ഇപ്പോൾ ലോകത്തെമ്പാടും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് യൂറോപ്പിൽ വൻ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇസ്രയേലിന്റെ ഇത്തരം പ്രവർത്തികൾക്കെതിരെ ഉയരുന്നത്. ഇസ്രയേൽ ഗസയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 100ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വന്നത്. ലണ്ടൻ നഗരത്തിലാണ് ഏറ്റവും വലിയ പ്രതിഷേധം അരങ്ങേറിയത്. മുൻ ബ്രിട്ടീഷ് ലേബർ പാർട്ടി നേതാവായിട്ടുള്ള ജെർമി കോർബ്സ് ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അദ്ദേഹം പറയുന്നത് ഇസ്രയേലിന്റെ ആക്രമണം എന്ന് പറയുന്നത് അത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത്തരം ആക്രമണങ്ങളോട് പാശ്ചാത്യ രാജ്യങ്ങൾ കണ്ണടയ്ക്കുകയാണ് എന്നാണ് അദ്ദേഹം പ്രസ്താവനയിലൂടെ പറയുന്നത്. ഇറ്റലിയിലെ മിലാനിലും ഇത്തരം ഒരു പ്രതിഷേധം, അതായത് ഇസ്രയേലിന്റെ ചെയ്തികൾക്കെതിരെ ഒരു പ്രതിഷേധം മിലാനിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രതിഷേധക്കാർ പറയുന്നത് ഇസ്രയേലുമായി യാതൊരു സഹകരണവും ഇനി വേണ്ട എന്നാണ് അവിടെയുള്ള പ്രതിഷേധക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിന് സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തണമെന്നൊരു ആവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തും പ്രതിഷേധം ഉയരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രതിഷേധം ഉയരുന്ന എല്ലാ രാജ്യങ്ങളുടെയും പേരെടുത്ത് പറയുന്നില്ല. തീർച്ചയായിട്ടും പേരെടുത്ത് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ അത് കുറച്ചുകൂടെ നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് പേരെടുത്ത് എല്ലാ രാജ്യങ്ങളും ഇവിടെ പറയുന്നില്ല. എന്നിരുന്നാലും നിരവധി രാജ്യങ്ങൾ, ലിസ്റ്റ് എടുത്താൽ വളരെ വലിയൊരു ലിസ്റ്റാണ്, അതിൽ നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഉയരുന്ന പ്രതിഷേധങ്ങൾ
അവ മുൻനിർത്തിക്കൊണ്ട് ഇസ്രയേലിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ, അവർ മാറി ചിന്തിക്കുമോ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും എന്നാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കുന്നത്.